Hi guys, welcome to the video and welcome to School Stories. So again, സ്ഥിരമായിട്ട് കാണുന്ന എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ് ആൻഡ് ഡെയിലി ഞാൻ വീഡിയോ എടുക്കുമ്പോൾ വ്യൂസ് ഇങ്ങനെ ലൈക്ക് 1K അല്ലെങ്കിൽ നിയർ ടു 1K ഒക്കെ ആവുന്നുണ്ട്, അതിൻ്റെ ആൾക്കാർ ഇഷ്ടപ്പെടുന്നുണ്ട്. താങ്ക്സ് ഫോർ വാച്ചിങ്. സോ മൂവിങ് ടു ടുഡേ സ്കൂൾ സ്റ്റോറീസ്. ഇന്നത്തെ ടോപ്പിക് എന്ന് പറയുന്നത് ഓൾവേസ് ഈ ഒരു ടോപ്പിക് എടുക്കുമ്പോൾ അതിൻ്റേതായ ഒരു ഇൻട്രസ്റ്റിംഗ് ഫാക്ടർ ഉണ്ട്. എപ്പോഴും ഒരു സ്മൈൽ ഉണ്ടാവും ഈ ടോപ്പിക് എടുക്കുമ്പോൾ ക്ലാസ്സിൽ. ദാറ്റ് ഈസ് സെക്ഷുവൽ റീപ്രൊഡക്ഷൻ ഇൻ ആനിമൽസ്. ഓക്കെ, സോ എഗെയിൻ 8th ക്ലാസ്സിനാണ് ടോപ്പിക് എടുക്കുന്നത്. ഇറ്റ്സ് ദ റൈറ്റ് ടൈം, അവരുടെ അഡോളസൻസ് ആയ ടൈം, ദ റൈറ്റ് ഏജ് ടു നോ അബൌട്ട് ദാറ്റ്. സോ സി, ഞാൻ സ്കൂളിൽ പഠിച്ച സമയത്ത് ഐ ഡിഡൻറ്റ് ഗെറ്റ് ദ പ്രോപ്പർ നോളേജ് അബൌട്ട് ദോസ് തിങ്സ്. ലൈക്ക് എല്ലാവർക്കും ഉള്ള ഒരു ക്യൂരിയോസിറ്റി ചാപ്റ്റർ എടുക്കുമ്പോൾ ഞാനും കുട്ടിയായിരുന്ന സമയത്തുണ്ടായിരുന്നു. ബട്ട് സ്റ്റിൽ ടീച്ചേഴ്സ് അവിടെ ഇവിടെ തൊട്ടില്ല എന്നൊക്കെ പറഞ്ഞ പോയ പോലെ ഒരു ഇൻകംപ്ലീറ്റ്നെസ് ഉണ്ടായിരുന്നു. ബട്ട് വെൻ ഐ ബിക്കേം എ ബയോളജി ടീച്ചർ അല്ലെങ്കിൽ ഒരു സയൻസ് ടീച്ചറായ സമയത്ത് എനിക്കുണ്ടായിരുന്നു, അതായത് കുട്ടികൾ കൃത്യമായിട്ട് ഇത് അറിയണം, എന്താണെന്ന് അറിയണം. സോ മെൻസ്റ്റുറേഷൻ ഇന്നത്തെ ടോപ്പിക്കായിരുന്നു അല്ലേ. അപ്പോൾ മോസ്റ്റ് 90% ഓഫ് ദ ബോയ്സ് ദേ ഡോണ്ട് നോ എന്താണ് മെൻസ്റ്റുറേഷൻ എന്നറിയില്ല, അല്ലെങ്കിൽ ഒരു ഗേൾ ആ സമയത്ത് കൂടി പോകുന്ന പെയിൻ എന്താണ്, ആക്ച്വലി എന്താണ് അവിടെ സംഭവിക്കുന്നത് ഒന്നും അറിയില്ല. ആൻഡ് മേ ബി ഒരു 5% ഗേൾസ് ദേ ഡോണ്ട് നോ വാട്ട്സ് ദ സയൻസ് ബിഹൈൻഡ് ദാറ്റ്. അവർക്ക് ആ പ്രോസസ്സ് എന്താണെന്ന് അറിയാം, മേ ബി വീട്ടിലെ പാരൻസ് പറഞ്ഞു കൊടുത്തിട്ട്. ബട്ട് സ്റ്റിൽ അപ്പോൾ നല്ലൊരു ക്ലാസ് വളരെ ഓപ്പണായിട്ട് എല്ലാ കാര്യങ്ങളും എസ്പെഷ്യലി ദ മെജോറിറ്റി ടു ദ ബോയ്സ് പറഞ്ഞു കൊടുക്കുമ്പോൾ അവരുടെ ആ ഡൗട്ട് ക്ലാരിഫൈ ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ അവർക്ക് ആ കുറേ കാര്യങ്ങൾ അവർക്ക് അറിയില്ല. അവർക്ക് ആകെ ഒറ്റ കാര്യം അറിയുള്ളൂ, മെയിൽ റീപ്രൊഡക്റ്റീവ് പാർട്ട് ഉണ്ട്, ടെസ്റ്റിസ്, പെന്നിസ് അല്ലെങ്കിൽ പീനസ്, അത് സെക്രീറ്റ് ചെയ്യുന്ന സ്പേമാണ്, അല്ലെങ്കിൽ അങ്ങനത്തെ കുറച്ച് ബേസിക് കാര്യങ്ങൾ അതിന് എടുക്കുമ്പോഴുള്ള ഒരു മുഖത്തുള്ള ഒരു ചിരി, പരസ്പരം നോക്കിയിട്ടുള്ള ചിരി. സി, അതേ എല്ലാ ക്ലാസ്സിലും. അതല്ലാണ്ട് ഇൻ ഡീറ്റെയിൽ അവർക്ക് ആ കാര്യങ്ങളൊന്നും അറിയില്ലായിരുന്നു. അപ്പോൾ അത് നന്നായിട്ട് അവരുടെ ഡൗട്ട്സ് ക്ലിയർ ചെയ്ത് കൊടുക്കുമ്പോൾ എന്താണ് ഈ ഫെർട്ടിലൈസേഷൻ, അപ്പോൾ എന്താണ് സംഭവിക്കുന്നത്, മെൻസ്ട്രുവൽ സൈക്കിളിൽ എഗ് റിലീസ് ചെയ്യുമ്പോൾ എന്താണ് സംഭവിക്കുന്നത്, ഇതൊക്കെ ഇങ്ങനെ പറഞ്ഞു കൊടുത്തപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ ഐ ഫെൽ സോ ഹാപ്പി. അവർക്കത് നന്നായിട്ട് മനസ്സിലായി. ആൻഡ് ബോയ്സിന് ഈ കാര്യം ഈ ഒരു പ്രായത്തിൽ മനസ്സിലായല്ലോ എന്നുള്ളത് എനിക്കൊരു സന്തോഷമുണ്ട്. ഒപ്പം അവരും ഐ ഡോണ്ട് നോ ഹൗ ഹാപ്പി ദേ ആർ ടു നോ അബൌട്ട് ദാറ്റ്. ബട്ട് സ്റ്റിൽ എന്തൊക്കെയോ അവർക്ക് മനസ്സിലായെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇതായിരുന്നു ഇന്നത്തെ സ്കൂൾ സ്റ്റോറീസ് എന്ന് പറയുന്നത്.